ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ അതിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്, സെക്കൻഡ് പാർട്ടാണ്. ഫ്രാക്ഷൻ ആസ് ആൻ ഓപ്പറേറ്റർ ഓഫ്. നമ്മൾ ഫസ്റ്റില് നമ്മൾ ആദ്യം തന്നെ പഠിച്ചത് ഒരു ഹോൾ നമ്പറും ഫ്രാക്ഷനും തമ്മിൽ. ഏതൊക്കെ ഫ്രാക്ഷൻ? പ്രോപ്പർ, ഇംപ്രോപ്പർ, മിക്സ്. ഈ 3 ഫ്രാക്ഷൻ കൊണ്ട് ഒരു ഹോൾ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മുടെ ഫ്രാക്ഷനകത്ത് വരുന്ന ഒരു വേർഡാണ് ഓഫ്. ഓഫ്. ഓഫ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിൻ്റെ അർത്ഥം മൾട്ടിപ്ലിക്കേഷൻ. അത്രയേ ഉള്ളൂ. ഓക്കെ. 1/2 ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ അർത്ഥം? 1/2 ഇൻറ്റു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അത്രേ അർത്ഥമുള്ളൂ. മനസ്സിലായോ? 1/2. അപ്പം ഓർത്തിരിക്കുക, ഇത് മിക്കപ്പോഴും എക്സാമിന് വരുന്നതാണ്. ഓഫ് എന്ന് പറയും. ഇത്രേ തരത്തുള്ളൂ. അപ്പൊ നിങ്ങളൊന്നും പേടിക്കണ്ട, ഇതെന്ത് ഓഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പേടിക്കൊന്നും വേണ്ട. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്രാക്ഷനകത്ത് ഓഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം മൾട്ടിപ്ലിക്കേഷൻ. അതായത് 1/2 ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്തേ. ഇവിടെ ഡിനോമിനേറ്റർ ഇല്ലല്ലോ, നമ്മൾ എന്ത് കൊടുക്കും? 1 കൊടുത്തു. ന്യൂമറേറ്റർ തമ്മിൽ 1 ഇൻറ്റു 2 2, ഡിനോമിനേറ്റർ 2 ഇൻറ്റു 1 2. 2/2 എന്ന് പറഞ്ഞാൽ 2ന്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പൊ ആൻസർ ഈസ് 1. അടുത്തതായത് നോക്കിയേ, 1/2 ഓഫ് 3. അപ്പൊ എന്നാ ചെയ്യും? 1/2 ഇൻറ്റു 3. 3യുടെ അടിയിൽ എന്നാ കൊടുക്കാം നമുക്ക്? 1 വേണം കൊടുത്താൽ മതി കേട്ടോ. അല്ലെ അത് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണം ചെയ്യാൻ. ഓക്കെ. ന്യൂമറേറ്റർ തമ്മിൽ 1 ഇൻറ്റു 3 3, 2 ഇൻറ്റു 1 2. ആൻസർ എത്രയാ? 3/2. ഇതെന്ത് ഫ്രാക്ഷനാ? 3/2. ഇംപ്രോപ്പർ. ന്യൂമറേറ്റർ വലുത്, ഡിനോമിനേറ്റർ ചെറുത്. എന്നാൽ 2 മൂന്നെണ്ണം നോക്കാം. 1/2 ഓഫ് 10. ഇപ്പൊ എന്നായിരുന്നു? 1/2 ഇൻറ്റു 10. ഒരിക്കലും 10 താഴെ എഴുതി വെക്കരുത്. നമുക്കൊരു ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ അത് ന്യൂമറേറ്റർ ആണ്. ഏത് ഹോൾ നമ്പറിന്റെയും അടിയിൽ എന്തായിരിക്കും ഡിനോമിനേറ്റർ? 1 ആണ്. ഒരിക്കലും താഴെ എഴുതി ഇങ്ങനെ 1/2 ഇൻറ്റു തെറ്റരുത് കേട്ടോ. 1/2 ഇൻറ്റു 10 എഴുതി ഇങ്ങനെ 1/20 എന്ന് എഴുതി വെക്കരുത് ഒരിക്കലും കേട്ടോ. അപ്പൊ ആ തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അടിയിൽ ഡിനോമിനേറ്റർ 1 ഇടാൻ പറയുന്നത്. അപ്പം 10 എപ്പോഴും ന്യൂമറേറ്ററിന്റെ സൈഡാണ് 1. 1 ഇൻറ്റു 10 10. ഇനി ഡിനോമിനേറ്റർ തമ്മിൽ 2 ഇൻറ്റു 1 2. ഓക്കെ. ഇത് 2ന്റെ മൾട്ടിപ്പിൾ അല്ലേ മക്കളെ? അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 10. അപ്പൊ ആൻസർ എത്രയാണ്? 5. അടുത്ത നോക്കിയേ, 1/4 ഓഫ് 16. അപ്പൊ എന്നായിരുന്നു? 1/4 ഇൻറ്റു 16. മുമ്പത്തെ പോലെ ഡിനോമിനേറ്റർ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. 1 ഇൻറ്റു 16 16. 1 ഇൻറ്റു 4 4. 4ന്റെ മൾട്ടിപ്പിൾ 16 അല്ലേ? 4 ഇൻറ്റു 4 16. 4നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. 2/5 ഓഫ് 25. ഇവിടെ ചെയ്യാം. 2/5 ഓഫ് 25. നമ്മൾ പറഞ്ഞ പോലെ ഓഫ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷനിൽ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ. 25 കണ്ടോ? 1 ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് പിന്നെ വേറൊരു കാര്യം കൂടെ ചെയ്യാവേ. ഇപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇപ്പൊ ഇതെഴുതുവാണ്, നിങ്ങൾ എഴുതും 2 ഇൻറ്റു 25 50 ബൈ 1 ഇൻറ്റു 5 5. 5നെ 50 കൊണ്ട് ചെയ്യാം. എത്രയാണ്? 10 ഇൻറ്റു 5 ആണ്. അപ്പൊ ആൻസർ 10 എന്ന് കിട്ടി. നിങ്ങൾക്ക് ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകാതെ ഇവിടെ വെച്ച് തന്നെ അതെ ഇങ്ങനെ കിടക്കുമ്പോ 2/5 ഇൻറ്റു ഈ കിടക്കുന്നില്ലേ 25/1 എന്ന് കിടക്കുന്നുണ്ടല്ലോ, നമുക്ക് ഇവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്ത് പോകാനും പറ്റും. ഓക്കെ. അതായത് ഏതൊക്കെ തമ്മിലേ ക്യാൻസൽ ചെയ്യാവുള്ളൂ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലേ ക്യാൻസൽ ചെയ്യാവുള്ളൂ. നേരെ നേരെ ക്യാൻസൽ ചെയ്യല്ല. ഓക്കെ. അപ്പൊ അത് ഇവിടെ ഇപ്പം തൊട്ട് ന്യൂമറേറ്ററിനെ ക്യാൻസൽ ചെയ്യണമെന്നില്ല, ക്രോസ് ചെയ്തും ക്യാൻസൽ ചെയ്യാം. ഒരാൾ ന്യൂമറേറ്ററും ഒരാൾ ഡിനോമിനേറ്റർ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഏതാണ്? മൾട്ടിപ്ലിക്കേഷന്റെ കേസിലാണ് കേട്ടോ. അഡീഷണൽ സബ്ട്രാക്ഷൻ ഒന്നും പറ്റില്ല. മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ. ഇത് 5ഉം 25ഉം മൾട്ടിപ്പിൾസ് അല്ലേ? 5 ഇൻറ്റു 5 അല്ലേ 25. അപ്പൊ 5 ഇവിടെ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ 5നെ കൊണ്ട്. അപ്പം 5 ഇൻറ്റു 2 ബാക്കി എന്നാണ്? 2ഉം 5 10. ഇവിടെ 1 ഇൻറ്റു 1 1. 10/1. 1 ഡിനോമിനേറ്റർ ആയാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിന് നമുക്ക് എന്നാന്ന് എഴുതാം? 10 എന്ന് തന്നെ എഴുതാം. ഇവിടെ കിട്ടിയ സെയിം ആൻസർ കിട്ടും. ഒന്നേ വേണം നിങ്ങൾക്ക് ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അവസാനം ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ വേണമെങ്കിൽ അത്രയും മൾട്ടിപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. 25 ഇൻറ്റു 2 ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വെച്ച് തന്നെ കണ്ടോ ക്യാൻസൽ ചെയ്തു. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലേ ക്യാൻസൽ ചെയ്യാവൂ എന്നുള്ളൊരു ശ്രദ്ധ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം 2 ഇൻറ്റു 5 10.
അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇതാണ് ഓഫ്. നമ്മുടെ ഫ്രാക്ഷനിൽ ഓഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അതൊരു വേർഡ് പ്രോബ്ലം വരുന്നുണ്ട്, ഞാനതൊന്ന് വായിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഫരീദ ഹാസ് 20 മാർബിൾസ്. എത്ര എണ്ണമുണ്ട് ഫരീദയുടെ കയ്യിൽ? എത്ര മാർബിൾസ് ഉണ്ട്? 20 മാർബിൾസ് ഉണ്ട് അവിടെ കയ്യില്. ഒരു എക്സാമ്പിൾ കേട്ടോ, മാർബിൾസ്. രേഷ്മ ഹാസ് 1/5 ഓഫ് നമ്പർ ഓഫ് മാർബിൾസ് വാട്ട് ഫരീദ ഹാസ്. രേഷ്മയ്ക്ക് എത്രയുള്ളത്? രേഷ്മയ്ക്ക് 1/5 ഓഫ് ഫരീദ. ഫരീദയ്ക്കുള്ളതിന്റെ 1/5 ആണുള്ളത്. അങ്ങനെയാണ് ഹൗ മെനി മാർബിൾസ് ഫരീദ ഹാസ്, സോറി രേഷ്മ ഹാസ്. രേഷ്മയ്ക്ക് എത്ര മാർബിൾസ് ഉണ്ട്? രേഷ്മയുടെ മാർബിൾസ് എത്രയായിരിക്കും? എത്രയായിരിക്കും എന്നാ പറഞ്ഞേ? 1/5 ഓഫ്, എത്രയാണ്? 1/5 ഓഫ് ഫരീദ. ഫരീദയ്ക്കുള്ളതിന്റെ, ഫരീദയ്ക്ക് എത്രയുള്ളത്? 20. ഇത് വേർഡ് പ്രോബ്ലം വരുന്ന കേട്ടോ. കേട്ടോ, ഫരീദയ്ക്ക് 20 മാർബിൾസ്, രേഷ്മയ്ക്ക് 1/5 ഓഫ് ഫരീദ. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ രേഷ്മയ്ക്ക് എത്രയുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 1/5 ഓഫ് ഫരീദ. ഫരീദയ്ക്ക് എത്രയാ? 20. നമുക്ക് അറിയാം ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു. അപ്പൊ 20 ഇട്ടു ബൈ 1 ഇടാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വേണം ഇവിടുന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ മൊത്തം മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 1 × 20 20, 5 × 1 5. കേട്ടോ, ഇത് 5 മൾട്ടിപ്ലൈ അല്ലേ? എത്രയാ? 5 × 4 ആണ് 20. ആൻസർ എത്രയാണ്? 4. അപ്പൊ രേഷ്മയ്ക്ക് എത്ര മാർബിൾസ് ഉണ്ട്? 4 മാർബിൾസ് അല്ലെ? ഇത് ഇവിടെ വെച്ച് തന്നെ ക്യാൻസൽ ആക്കുന്നത് എങ്ങനെയാണ്? 20/1. കണ്ടോ, ഇത് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും മൾട്ടിപ്പിൾസ് ആണ് 5ന്റെ. അപ്പൊ 5 കൊണ്ട് 2നെ ക്യാൻസൽ ചെയ്യും. ഇവിടെ 5 × 1 5, ഇവിടെ 5 × 4 20. 1 × 4 4, 1 × 1 1, 4/1 എന്ന് പറഞ്ഞാൽ 4 തന്നെ. നിങ്ങൾക്ക് 2 രീതിയിൽ ഏതാണ് നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ മനസ്സിലായല്ലോ മക്കളെ? എത്രയേ ഉള്ളൂ ഓഫ്. ഓഫ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ, ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. വെറുതെ മൾട്ടിപ്ലൈ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ ചെയ്തതെല്ലാം ഒരു ഹോൾ നമ്പർ വെച്ചിട്ടുള്ള ഓഫാണ്. ഓഫ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പം ഇനി ഫ്രാക്ഷൻ ഒക്കെ വെച്ചുള്ളത് തന്നെ വരും. 2 ഫ്രാക്ഷൻ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വരും. അത് നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ ചെയ്യാം. ഓക്കെ മക്കളെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ചെയ്തൊക്കെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഈ ചാപ്റ്റർ വെരി സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് നിങ്ങൾ ഒരു പ്രാവശ്യം തന്നെ വീഡിയോ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. അപ്പോൾ ഒന്നും അത് കേട്ടിട്ടൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തും കൂടെ നോക്കുക. അപ്പം നിങ്ങൾക്ക് അത് ബൈ ഹാർട്ട് ആയിരിക്കും. ഓക്കെ മക്കളെ, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.